ഹലോ കുട്ടീസ് ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫൈൻ ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് രാവിലെ അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഉച്ചയായപ്പോൾ ഉണ്ടല്ലോ നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ മഴ വൈകുന്നേരം മഴ നിന്ന് പെയ്തുമായിരുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മോർണിംഗ് റൂട്ടീൻ അല്ല കാണിക്കുന്നത്, ഒരു 11 മണിക്ക് ശേഷമുള്ള റൂട്ടീനാണ് കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ക്ലീനിങ് ഞാൻ ഓരോ ഏരിയ വെച്ചിട്ടാണ് ചെയ്യാറ്. വീട് ഫുള്ള് ഒരു ദിവസം തന്നെ ക്ലീൻ ചെയ്യാൻ നിന്നാലേ നടുവൊടിഞ്ഞ് ഓരോരുത്തർ കിടക്ക് തന്നെ ശരണം ഉണ്ടാവുള്ളൂ. പിന്നെ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഓമക്കായ കിട്ടിയത് അങ്ങനെ നന്നാക്കിക്കൊണ്ട് വരണുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. 2 കിട്ടിയായിരുന്നു. ഒരെണ്ണത്തിൽ വെള്ളം കയറിയതുകൊണ്ട് അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഏരിയ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. കാരണം മുഴുവനായിട്ട് നമ്മളൊരു ദിവസം ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഓരോ ഭാഗം ക്ലീൻ ചെയ്ത് വരിക. പിന്നെ പൊടി പിടിച്ച ഭാഗങ്ങൾ, പുക വന്ന ഭാഗങ്ങൾ, പിന്നെ നമ്മൾ ഈ കറി വെക്കുമ്പോൾ അത് തെറിച്ച പാടുകൾ, മീൻ വറുക്കുന്ന സമയത്ത് ഓയിൽ തെറിക്കും. ഇതെല്ലാം ഒരു വീക്ക്ലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ആശ്വാസം പോലെ തോന്നും കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. ഫുൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സമാധാനം പോലെ തോന്നാറുണ്ട്. പിന്നെ എനിക്ക് എല്ലാ ഏരിയയും പോലെയല്ല കേട്ടോ. അടുക്കള എനിക്ക് എത്ര വൃത്തിയാക്കിയാലും മതിയാവില്ല. മറ്റ് ഏരിയകൾ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കിയിട്ട് അതേപോലെ കിടക്കും. പക്ഷെ നമ്മൾ അടുക്കളയിൽ എപ്പോഴും നിന്ന് പെരുമാറുന്നത് കൊണ്ട് രാവും പകലും ക്ലീൻ ചെയ്താലും എനിക്ക് ഒരിക്കലും മതിയാവാറില്ല കേട്ടോ. ക്ലീൻ ആയോ എന്ന് എപ്പോഴും ഒരു ഡൗട്ടാണ്. ഇനി എല്ലാം കഴിഞ്ഞ് ഒന്ന് കൈ കഴുകി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മക്കൾ ആരെങ്കിലും കൊണ്ടുവന്ന ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിച്ചിടുമ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്ത് പിന്നെ അത് കൈ കഴുകുക. പിന്നെ ഗ്യാസ് അടുപ്പ് ഞാൻ ദിവസേന ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അതിൻ്റെ ബർണറും കാര്യങ്ങളെല്ലാം തുടച്ച് വെക്കാറുണ്ട്. അതല്ലെങ്കിൽ 2 ഏകദേശം കേടായി പോയതിന് ശേഷം ഞാൻ സർവീസിന് വിളിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഒരു 3 ഡേയ്സിനുള്ളിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെല്ലാം അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും കത്താനെന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ 2 ദിവസം കൂടുമ്പോഴെല്ലാം ക്ലീൻ ചെയ്യാറുണ്ട്. പറ്റുവാണെങ്കിൽ ദിവസേന ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും 3 അച്ചാറുകളാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ 3 ഭരണികളിലായിട്ട് 3 അച്ചാറാക്കി വെക്കും. ഒരു ഭരണിയിൽ എനിക്ക് നാരങ്ങച്ചാറ്, ഒരു ഭരണിയിൽ ഇക്കാക്ക് മാങ്ങാച്ചാറ്, പിന്നെ ദിച്ചുവിന് കടുമാങ്ങ. അങ്ങനെ 3 അച്ചാറുകളായിട്ടാണ് കേട്ടോ 3 ഭരണികളിൽ വെച്ചിരിക്കുന്നത്. ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേ അതിങ്ങനെ നോക്കി നിൽക്കാൻ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ മനസ്സിന്. എന്ത് പൊട്ടിക്കണം? ഇപ്പൊ ബിസ്ക്കറ്റ് കഴിച്ചല്ലേ? ഇക്കായാണെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ടേ സേനുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കോലുമിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കാണ് പണിയായത്. ഒരു സെക്ഷൻ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ തന്നെ അരി ഇടാമെന്ന് വിചാരിച്ചു. കാരണം അരി കുറച്ച് വേവുള്ളത് കൊണ്ട് ഇനി വൈകിക്കേണ്ടെന്ന് വിചാരിച്ചു അരിക്ക് വെള്ളം വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. കാരണം ഉപ്പ്, പഞ്ചസാര ഇതെല്ലാം നമ്മൾ എപ്പോഴും പോയി പിടിക്കുന്ന ബോട്ടിലുകളാണല്ലോ. അവിടെയൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ച് പൊടിയും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ചെയ്യും കേട്ടോ. എൻ്റെ സമയമൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാറുണ്ട്. ഇനി ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കാണാനൊരു സാറ്റിസ്ഫാക്ഷനും അഴകും ഒക്കെ ആയിരിക്കും കേട്ടോ. ഇന്ന് നമ്മൾ ക്ലീനിങ്ങിന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ലഞ്ചിന് എന്തെങ്കിലും ചെറിയ രീതിയിലാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഇക്ക കുറച്ച് മീൻ സന്ധ്യയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി മീൻ കറി ആക്കാം. പിന്നെ കുറച്ച് മീൻ എടുത്തിട്ട് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൊഴുവ മീനാണ് ഇന്നലെ ഇക്ക കൊണ്ടുവന്നത്. അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കറി വെക്കാനും പൊരിക്കാനൊക്കെ തുടങ്ങാം കേട്ടോ. പിന്നെ ഇതിന് മുന്നേ എൻ്റെ ഒരു വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്ന ഒരു കുപ്പി താഴെ വീണ് പൊട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വേറൊരു പെയറുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരി ഇട്ടു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അരി അല്ലെങ്കിൽ വേവില്ല. പിന്നെ കറി നമുക്ക് പെട്ടെന്ന് ആക്കാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ ഏരിയയിലുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ഇതുപോലെ നേരത്തെ നന്നായിട്ട് ക്ലീൻ ചെയ്ത പോലെ തന്നെ ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ടവൽ, കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്യുന്ന ടവൽ എല്ലാ ദിവസവും മാറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം ഇതൊക്കെ തട്ടിയിട്ട് ഒരു പ്രത്യേക ഒരു മണം വരണ കാരണം ഞാനത് എല്ലാ ദിവസവും മാറ്റാറുണ്ട് കേട്ടോ. കഴുകി വേറെ യൂസ് ചെയ്യും. നമുക്ക് 2 വാഷ് ബേസിൻസ് ഉണ്ട് കേട്ടോ കഴുകാനായിട്ട്. ഒന്ന് വർക്ക് ഏരിയയിലാണ്, ഒന്ന് ഇവിടെ നമ്മുടെ മെയിൻ അടുക്കളയിലുണ്ട്. അപ്പോൾ മെയിൻ അടുക്കളയിലുള്ള ഈ ഒരു വാഷ് ബേസിൻ ഞാൻ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാറുണ്ട്. കാരണം പെട്ടെന്ന് ഒരാൾ അടുക്കളയിലേക്ക് വന്ന് ആദ്യം കാണുന്നത് ഈ ഒരു വാഷ് ബേസിൻ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീൻ ആക്കി ഞാൻ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിന് മുകളിൽ വെക്കുന്ന ഐറ്റംസ് എല്ലാം നന്നായി തുടച്ച് അതാത് സ്ഥാനത്തെല്ലാം എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കുന്ന ബോട്ടിലൊക്കെ എടുത്തു വെച്ചു. പക്ഷേ മഴയ്ക്കൊരു രക്ഷയുണ്ടായില്ല കേട്ടോ. നല്ല മഴയായിരുന്നു. സീനു പിന്നെ ഇക്ക പുറത്ത് പോയതുകൊണ്ട്
ഭയങ്കര ബോറടി ആയതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ഫിലിം വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് അത് പിന്നെ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മളുടെ മെയിൻ കുക്കിംഗ് പരിപാടിയിലേക്ക് കയറി. ഇതും കൂടി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആവുമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മളുടെ മുറ്റത്തുനിന്ന് കിട്ടിയ 3 വെണ്ടക്ക, 3 വെണ്ടക്കയും കൊണ്ട് എങ്ങനെ ഉപ്പേരി വെക്കണേന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ നമ്മൾ സവാളൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴുണ്ടല്ലോ നന്നായിട്ട് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇത്തിരി ഉള്ളെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ മായവും ഒന്നും ചേർന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇക്കാക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ സെപ്പറേറ്റ് ഓയിലും കാര്യങ്ങളൊന്നും എടുക്കില്ല. നമ്മൾ ഈ മീൻ വറുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ വരുന്ന ബാലൻസ് വരുന്ന വെളിച്ചെണ്ണ ഉണ്ടാവില്ലേ, ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ വെണ്ടയ്ക്കയും സവാളയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് പൊരിച്ചിങ്ങെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ മീൻ വറുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മീൻ പൂച്ച ഉണ്ട്, എന്നേക്കാളും മീൻ ഇഷ്ടമുള്ള ഒരുത്തൻ. അവൻ പാത്രം എടുത്തിട്ട് വരും കേട്ടോ. പിന്നെ ആദ്യം വറുത്ത കുറച്ച് മീൻ അവനിക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ പൂച്ച കരയണ പോലെ മ്യാവ് 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 എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കരയും. അപ്പോൾ ആദ്യം നേരം അവന് കുറച്ച് മീനൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ആദ്യം നമ്മുടെ വീട്ടിൽ ഒരുപാട് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ വെണ്ടയ്ക്ക ഇല്ല. ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് തറവാട്ടിൽ വന്നപ്പോഴും അതായിരുന്നു, വെണ്ടയ്ക്കയുടെ അഭിഷേകമായിരുന്നു. പിന്നെ വഴുതനങ്ങ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വെണ്ടയ്ക്കയും വഴുതനങ്ങയും കുറവാണ് കേട്ടോ. പാവക്ക നമ്മളുടെ വീട്ടിലുണ്ടായി വരുന്നുണ്ട്. പിന്നെ പണികളൊക്കെ കഴിഞ്ഞു, അൽഹംദുലില്ലാ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ പടച്ചവനാണ്. അള്ളാനെയൊക്കെ വിളിച്ച് എല്ലാം കഴിഞ്ഞു ഞാൻ ഈ കാര്യം കൂടി വന്നിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാം ഉണ്ടെങ്കിലും കൂടെ ഒരിത്തിരി മോരോ തൈരോ ഉണ്ടെങ്കിൽ ഇക്കാക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. സേനുവിന് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ കാരണം പിന്നെ അവന് പിന്നെയാണ് കേട്ടോ ഭക്ഷണമൊക്കെ കൊടുത്തത്. പിന്നെ എനിക്കിഷ്ടമുള്ള അച്ചാർ ഇതാണ് കേട്ടോ. ഉമ്മച്ചി അച്ചാർ വേറെ ഇട്ടത് ഭരണിയിലുണ്ട്, ഞാൻ ഇത് തീർന്നിട്ട് അതെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എടുത്തിട്ടില്ല കേട്ടോ. ഇക്കാക്ക് ഇന്ന് നമ്മുടെ ഇതിനെന്താ പറയുക, കണ്ണിമാങ്ങ അച്ചാറാണ് ഇഷ്ടം എന്ന് പറഞ്ഞ കാരണം അതെടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, അസ്സലാമു അലൈക്കും.